ടോപ്പേഴ്സ് അക്കാദമിയിൽ 2026-27 അക്കാദമിക് വർഷത്തേക്കുള്ള +1+2 സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ക്ലാസുകളിലേക്കും 8, 9, 10 ട്യൂഷൻ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും ടോപ്പേഴ്സിന്റെ ഭാഗമാകാം. എ ഡിഫറന്റ് അപ്രോച്ച് ടു സക്സസ്. കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി വണ്ടൂർ മണ്ഡലം നേരിടുന്ന വികസന മുരടിപ്പിന് അറുതി വരുത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് LDF മണ്ഡലം കമ്മിറ്റി പ്രകടന പത്രിക പുറത്തിറക്കി. നവകേരള സൃഷ്ടിയുടെ തുടർച്ചയ്ക്കായി സംസ്ഥാന സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടുകൾക്കൊപ്പം ചേർന്ന് വണ്ടൂരിനെ മുന്നേറ്റത്തിന്റെ പാതയിലെത്തിക്കാനുള്ള വൈവിധ്യമാർന്ന പദ്ധതികളാണ് പത്രികയിലുള്ളതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങൾ അധിവസിക്കുന്ന മേഖലകളിൽ ആധുനിക സൗകര്യങ്ങൾ ഉറപ്പാക്കുമെന്നും വണ്ടൂരിന്റെ ഏറെക്കാലത്തെ ആവശ്യമായ വാണിയമ്പലം റെയിൽവേ ഓവർബ്രിഡ്ജ് 1 വർഷത്തിനകം പൂർത്തിയാക്കുമെന്നും LDF ഉറപ്പ് നൽകുന്നു. കൂടാതെ മണ്ഡലത്തിൽ ഒരു സർക്കാർ കോളേജ്, VMC ഹയർ സെക്കൻഡറി സ്കൂളിനെ മാതൃകാ ഹൈടെക് സ്കൂളാക്കി ഉയർത്തുക, സൗജന്യ സിവിൽ സർവീസ് പരിശീലനം, താലൂക്ക് ആശുപത്രിയോട് ചേർന്ന് അമ്മയും കുഞ്ഞും ആശുപത്രി, ഫാമിലി ഹെൽത്ത് സെന്ററുകളുടെ നവീകരണം, അതിഥിതൊഴിലാളികൾക്കായി പ്രത്യേക ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങൾ, ഇവ കൂടാതെ ഭിന്നശേഷി സൗഹൃദ വണ്ടൂർ പദ്ധതി, ഹാപ്പിനെസ് പാർക്കുകൾ, മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ എന്നിവയും LDFന്റെ വികസന രേഖയിലുണ്ട്. വണ്ടൂരിന്റെ സമഗ്രമായ മാറ്റത്തിനായി ഈ പ്രകടന പത്രിക ജനങ്ങൾ ഏറ്റെടുക്കുമെന്നും LDF മണ്ഡലം കമ്മിറ്റി പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ LDF വണ്ടൂർ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി MT അഹമ്മദ്, LDF നേതാക്കളായ അഡ്വക്കേറ്റ് P ഷീന, PK മുബഷീർ, M സജാദ്, AP ഫിറോസ് ബാബു, K റഹീം എന്നിവർ പങ്കെടുത്തു. ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ വണ്ടൂരിലെ ജനങ്ങളോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മണ്ഡലം കമ്മിറ്റിക്ക് അഭ്യർത്ഥിക്കാനുള്ളതാണ്. കേരളത്തിൽ മൂന്നാമതും ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ വേണ്ടി പോവുകയാണ്. ആ മന്ത്രിസഭയെ പിന്തുണക്കുന്ന ഒരു ജനപ്രതിനിധി വണ്ടൂരിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡോക്ടർ KK ദാമോദരൻ തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതിയാണ് ഒരു പ്രകടന പത്രിക എന്നുള്ളതിലുപരി ഒരു പ്രവർത്തന പത്രികയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മണ്ഡലത്തിൽ അവതരിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് വാണിയമ്പലം റെയിൽവേ മേൽപ്പാലവുമായി ബന്ധപ്പെട്ടതാണ്. ഇടതുപക്ഷം ഉറപ്പുവരുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ വാണിയമ്പലം റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കും, അതിന് നേതൃത്വം കൊടുക്കുമെന്നുള്ളത്. വിദ്യാഭ്യാസ രംഗത്ത് ഒരു ഗവൺമെന്റ് കോളേജ് ഇല്ലാത്ത മണ്ഡലമായി നമ്മുടെ മണ്ഡലം അവശേഷിക്കുകയാണ്. ഇതിന് പരിഹാരം കാണും. വണ്ടൂരിൽ ഒരു ഗവൺമെന്റ് കോളേജ് എന്ന ഏറെക്കാലത്തെ വണ്ടൂരിലെ ജനങ്ങളുടെ ആഗ്രഹം അത് യാഥാർത്ഥ്യമാക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുക്കും. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.